ഫിലിപ്പീൻസിൽ വൻ ഭൂചലനം എന്നുള്ളതാണ്. 8.2 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്തോനേഷ്യയിലും ജപ്പാനിലും സുനാമി അലേർട്ടുമുണ്ട്. മെറിൻ മേരി ചാക്കോ ചേരുന്നു ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. മെറിൻ, വലിയ തീവ്രതയുള്ള ഒരു ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അലേർട്ട് പ്രകാരം എന്തെങ്കിലും ഈ കടലിൽ വലിയ മാറ്റങ്ങൾ ഏതെങ്കിലും തീരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് പ്രവിത ആൻഡ് ഗോകുൽ. ഫിലിപ്പൈൻസിൽ അതിശക്തമായ ഭൂചലനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രതയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രാദേശിക സമയം 7:40 ഈ ഒരു ഭൂചലനം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ ഭൂചലനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്തോനേഷ്യ, ജപ്പാൻ, അതുപോലെ തന്നെ തൈവാൻ എന്നിവിടങ്ങളിൽ സുനാമി അലേർട്ട് നൽകിയിട്ടുണ്ട്. ജനങ്ങളോട് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറണമെന്നും സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബീച്ചുകളിലേക്കും അതുപോലെ തന്നെ തുറമുഖങ്ങളിലേക്കും പോകരുതെന്നും ഉള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ചിലയിടങ്ങളിൽ വൈദ്യുതി ബന്ധം താറുമാറായെന്നുള്ള വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഫിലിപ്പൈൻസിലെ മിനാൻഡ എന്ന ദ്വീപിന് 13 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നാശനഷ്ടങ്ങളുടെയും മറ്റു വിവരങ്ങളുമെല്ലാം തന്നെ വരും മണിക്കൂറുകളിലായിരിക്കും അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. ഫിലിപ്പൈൻസ് ഏറ്റവും ഭൂകമ്പ സാധ്യത ഉള്ള ഒരു മേഖല തന്നെയാണ്. കൂടുതൽ ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു മേഖല തന്നെയാണ്. പസഫിക് സമുദ്രത്തിലെ റിംഗ്സ് ഓഫ് ഫയർ അല്ലെങ്കിൽ ഭൂചലന സാധ്യത ഏറ്റവും കൂടുതൽ കണക്കാക്കപ്പെടുന്ന റിംഗ്സ് ഓഫ് ഫയർ മേഖലയിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഫിലിപ്പൈൻസ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭൂചലനങ്ങൾ സർവ്വസാധാരണമാണ്. എന്തായാലും അതിശക്തമായ ഒരു ഭൂചലനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വരും മണിക്കൂറുകളിലായിരിക്കും അതിൻ്റെ നാശനഷ്ടത്തിൻ്റെ വിവരങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. മെറിൻ മേരി ചാക്കോയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്റർനാഷണൽ ഡെസ്കിൽ 8.2 തീവ്രത എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ അത്രത്തോളം വലിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത് മനസ്സിലാക്കുന്നു. മെറിൻ, ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പരുക്കേൽക്കുകയോ അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടോ? പ്രവിത, അത് തന്നെയാണ്. വരും മണിക്കൂറുകൾ മാത്രമാണ് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഇപ്പോൾ ചിലയിടങ്ങളിൽ വൈദ്യുതി ബന്ധം തകരാറിലായി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മറ്റ് നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കുള്ള കേടുപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും അത്തരത്തിൽ കുടുങ്ങിൽ കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വരും മണിക്കൂറിലായിരിക്കും അത്തരത്തിലൊരു വ്യക്തത ലഭിക്കുക. 8.2 എന്ന് പറയുന്നത് അതിശക്തമായ ഒരു ഭൂചലനമാണ്. എന്തായാലും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. വരും മണിക്കൂറുകളിൽ അക്കാര്യത്തിൽ വ്യക്തത നൽകാനാകും. ഫിലിപ്പീൻസിലാണ് വൻ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. 8.2 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്തോനേഷ്യയിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതാണ് മെറിൻ നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.